കറംട്രൂണിലേക്ക് സ്വാഗതം. മലിദ്വീപ് സൈന്യത്തിന് ഇന്ത്യ സംഭാവനയായി നൽകിയ 3 വിമാനങ്ങൾ അതവരുടെ സുരക്ഷയ്ക്കും നിരീക്ഷണത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ അതിപ്പോൾ പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്ത, അതിന് കഴിവുള്ള പൈലറ്റുമാരില്ലാത്തൊരവസ്ഥ തുറന്നു തന്നെ സമ്മതിക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് മലിദ്വീപ് എത്തിയിരിക്കുന്നത്. മലിദ്വീപ് പ്രതിരോധ മന്ത്രിയായ ഗസൻ മമൂണാണ് ഇക്കാര്യം തുറന്നു പറയുന്നത്. മലിദ്വീപിൽ നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് സംസാരിക്കാനായി വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലൂടെയാണ് പ്രതിരോധ മന്ത്രി ഇക്കാര്യം വെളിവാക്കുന്നത്. 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോണിയർ വിമാനവുമാണ് നിലവിൽ മലിദ്വീപിലുള്ളത്. ഇവ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അവിടെ നിലയുറപ്പിച്ചിരുന്ന 76 ഭാരതീയ പ്രതിരോധ ഉദ്യോഗസ്ഥർ വിടവാങ്ങിയതിന് പിൻവാങ്ങിയതിനു ശേഷമാണ് ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിൽ വ്യോമയാന ശേഷിയിൽ ഉണ്ടായിരിക്കുന്ന പോരായ്മകൾ ഓരോന്നോരോന്നായി പ്രതിരോധ മന്ത്രിക്ക് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു. ഞായറാഴ്ച മലയിലെ ഒരു മാധ്യമ സമ്മേളനത്തിലാണ് വിമാനം പറത്താൻ ലൈസൻസുള്ള ആളുകളില്ല എന്ന് ഔദ്യോഗികമായി മലിദ്വീപ് സ്ഥിരീകരിക്കുന്നത്. വിമാനം പറത്താൻ പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ അത് ആരംഭിച്ച മലിദ്വീപ് സൈനികർക്ക് വ്യക്തമാക്കാൻ കഴിയാത്തൊരു കാരണത്താൽ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് മൗമൂൺ പറഞ്ഞിരിക്കുന്നത്. മാധ്യമപ്രവർത്തകൻ ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിന് ഉത്തരമായി ഇന്ത്യ നൽകിയ 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോണിയർ വിമാനവും പറത്താൻ കഴിവുള്ള ആരും തന്നെ ഇപ്പോൾ മലിദ്വീപ് ദേശീയ പ്രതിരോധ സേനയിൽ ഇല്ല എന്ന് മന്ത്രിക്ക് തുറന്നു പറയേണ്ടി വന്നു. ഇന്ത്യൻ സൈനികരുടെ കീഴിൽ ഇവർക്കുള്ള പരിശീലനം നടത്തിയിരുന്നു. അത് പൂർത്തിയാക്കും മുൻപാണ് പിൻവാങ്ങൽ ഉണ്ടായത്. അപ്പോൾ അത് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഉപയോഗവും ഇല്ലാത്ത അവസ്ഥയിൽ മാറിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ നിശ്ചയിച്ച സമയപരിധി പാലിച്ച് അവസാനത്തെ ഭാരതീയ സൈനികനും വെള്ളിയാഴ്ചയാണ് മലിദ്വീപ് വിട്ടത്. ചൈന അനുകൂല നിലപാടുകൾ, ചൈനീസ് അനുഭാവം പുലർത്തിയ ഒരു ഭരണ സംവിധാനം ഇപ്പോൾ മലിദ്വീപിലുണ്ടായപ്പോൾ മലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു 2023 നവംബറിൽ അധികാരമേറ്റതിന് പിന്നാലെയാണ് ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു വികാരം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെയാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അവിടം വിട്ടത്. രാജ്യം തിരിച്ചെടുക്കണമെന്ന് മുയ്സു പറഞ്ഞ 77 സൈനികർ പ്രധാനമായും പൈലറ്റുമാരും ക്രൂവും സാങ്കേതിക വിദഗ്ധരുമായിരുന്നു. മുൻ പ്രസിഡന്റുമാരായിട്ടുള്ള മുഹമ്മദ് നഷീദ്, അബ്ദുള്ള യമീൻ, ഇബ്രാഹിം മുഹമ്മദ് സൗലിഖ് എന്നിവരുടെ കാലത്ത് ഇന്ത്യ വിതരണം ചെയ്ത ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പ്രാഥമികമായി മലിദ്വീപ് ഉദ്യോഗസ്ഥരെ പരിശീലിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മുയ്സു അധികാരത്തിലെത്തിയതോടെയാണ് ഇന്ത്യയും മലിദ്വീപും തമ്മിലുള്ള ബന്ധത്തിലേറെ വിള്ളലുകൾ ഉണ്ടായതും അത് വലിയ നയതന്ത്ര വെല്ലുവിളികൾക്ക് ഇടയാക്കിയത്. മെയ് 10 ഇന്ത്യൻ സൈന്യത്തെ തിരിച്ചു വിളിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത്. 76 സൈനികർ ഇതിന്റെ ഭാഗമായി ഇന്ത്യ തിരിച്ചു വിളിച്ചതനുസരിച്ച് തിരികെ എത്തിയിട്ടുണ്ട്. മലിദ്വീപ് സൈനികരെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ സൈനികർ മലിദ്വീപിൽ എത്തിയതെന്നും ഓർക്കാതെയായിരുന്നു ഈ നീക്കം അവർ നടത്തിയത്.